ബഹുമാന്യ സഹോദരി സഹോദരന്മാരെ, കുട്ടികളെ, യുവാക്കളെ, എവരിത്തിങ് ഹാപ്പിനെസ് ചാനലിലേക്ക് നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു. നമ്മുടെ ഇന്ത്യൻ ജനാധിപത്യത്തിൽ ഇപ്പോൾ പല സംസ്ഥാനങ്ങളിലേക്കും തിരഞ്ഞെടുപ്പ് നടക്കുകയാണല്ലോ. ഈ ജനാധിപത്യ പ്രക്രിയയിൽ ഓരോ വോട്ടറും തൻ്റെ വോട്ട് ഫലപ്രദമായി ഉപയോഗിക്കണമെന്ന് നമുക്ക് എവർക്കും അറിയാം. പക്ഷേ രാഷ്ട്രീയ പാർട്ടികൾ ആവും വിധം PR വർക്കിലൂടെ അല്ലെങ്കിൽ പരസ്യത്തിലൂടെ, നുണപ്രചരണത്തിലൂടെ പൊതുജനത്തെ കബളിപ്പിക്കുവാൻ ആണ് ശ്രമിക്കുന്നത്. ഇങ്ങനെ പൊതുജനങ്ങളെ കബളിപ്പിച്ച് ബിസിനസ് തന്ത്രങ്ങളുമായി ജയിച്ച് കയറി അവരുടെ കുടുംബത്തിനും തലമുറകൾക്കും വേണ്ടി സമ്പാദിച്ച് വിദേശങ്ങളിൽ ഇൻവെസ്റ്റ് ചെയ്ത് പരമാനന്ദം എനിക്ക് മാത്രമെന്നുള്ള പ്രിൻസിപ്പിൾ നടത്തിക്കൊണ്ടിരിക്കുന്ന ബഹുഭൂരിപക്ഷം ആളുകളെയാണ് ഇന്ന് നമ്മുടെ ഇന്ത്യൻ ജനാധിപത്യ സർക്കസിൽ കാണുന്നത്. ഒരു മണ്ഡലത്തിൽ 40 ലക്ഷം രൂപ മാത്രമേ മുടക്കാൻ പാടുള്ളൂ എന്ന് നിയമം പറയുന്ന സ്ഥിതിക്ക് അവർ 4-5 കോടി രൂപയാണ് ചിലവഴിക്കുന്നത്. ഈ 4-5 കോടി രൂപ എവിടെ നിന്ന് ഇവർക്ക് കിട്ടുന്നു? ഇത് മുഴുവനും കോഴയിലൂടെയാണ് കിട്ടുന്നത്. അല്ലെങ്കിൽ സ്വന്തം എന്തെങ്കിലും തട്ടിപ്പോ വെട്ടിപ്പോ നടത്തുന്നതിന് വേണ്ടി മറ്റുള്ളവരിൽ നിന്ന് ബലമായിട്ട് പണം പിരിച്ചെടുക്കുന്നു. വോട്ട് പരസ്യത്തിലൂടെയും നുണപ്രചരണത്തിലൂടെയും നേടി പാവം പിടിച്ച ജനങ്ങളെ പറ്റിക്കുന്നു. ഈ രാഷ്ട്രീയ ബിസിനസ്സിൽ നമുക്കൊന്ന് നോക്കിക്കഴിഞ്ഞാൽ അറിയാം, കോർപ്പറേഷനുകളിലും പഞ്ചായത്തുകളിലും മുനിസിപ്പാലിറ്റികളിലും MLAയുമായവരും ഇവരുടെ ബന്ധുക്കളും ആൾക്കാരും എല്ലാം പഠിക്കുന്നത് വലിയ ബിസിനസ് സ്കൂളുകളിലും പണം മുടക്കുള്ള സ്കൂളുകളിലും. എന്തെങ്കിലും ഒരു അസുഖം വന്നു കഴിഞ്ഞാൽ ഉടനടി ഇവർ യൂറോപ്യൻ രാജ്യങ്ങളിലെ അത്യാധുനിക ഹോസ്പിറ്റലുകളിലേക്ക് ഒക്കെ പരക്കം പായുകയാണ്. ഇവിടുത്തെ ഹോസ്പിറ്റലൊന്നും അവർക്ക് വിശ്വാസമില്ല. കാരണം ഇവർക്കറിയാം, ഇവിടുത്തെ കൈക്കൂലി കൊടുത്തും അല്ലാതെയും സ്വജനപക്ഷപാതത്തിലൂടെയും ഒക്കെയാണ് ഇവിടെ ഓരോരുത്തരും ജാതിപരമായിട്ടും ഒക്കെയാണ് ഇവിടെ ഓരോ പ്രസ്ഥാനങ്ങളിലും തലപ്പത്തും ഇരുന്ന് പണം തട്ടിയെടുക്കണതെന്ന് ഇവർക്കറിയാം. അതുകൊണ്ട് സ്വന്തം കാര്യം വരുമ്പോൾ അവർ സ്വാതന്ത്ര്യം, സമത്വം, സാഹോദര്യം, ജനാധിപത്യം, നീതിയൊക്കെയുള്ള രാജ്യങ്ങളിലേക്കുള്ള പരക്കം പായലാണ്. ഈ പറയുന്ന വ്യക്തികളാരും ഇവരുടെ ഇസത്തിലേക്ക്, ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ കമ്മ്യൂണിസ്റ്റ് രാജ്യങ്ങളിലേക്ക് ഒന്നും പോകുന്നില്ല. കാരണം അവർക്കറിയാം, അവിടെ പോയി കഴിഞ്ഞു കഴിഞ്ഞാൽ ജീവൻ തന്നെ ചിലപ്പോൾ അപകടത്തിലാവും. ഈ പറയുന്ന ആളുകളെ തട്ടിക്കുന്ന പരിപാടിയൊന്നും അവിടെ നടക്കുകയില്ല. ആളുകൾ കുടിയേറുന്നില്ല, അവിടെ താമസിക്കുന്നില്ല. അവരൊക്കെ അവിടെ പോയി ഒന്ന് കണ്ടേച്ചൊക്കെ ഇങ്ങോട്ട് വരുന്നതേ ഉള്ളൂ. ഇങ്ങനെ തട്ടിപ്പും വെട്ടിപ്പും തരികിടയും വഞ്ചനയും കള്ളത്തരവുമായിട്ട് സാധുജനങ്ങളെ പറ്റിച്ചാണ് ഇവിടെ രാഷ്ട്രീയ ബിസിനസ്സാണ് ഇന്ന് നടക്കുന്ന ഏറെയും ഇന്ത്യൻ ജനാധിപത്യ സർക്കസ്. ഓൾറെഡി നമ്മൾ കേട്ടു, മുഖ്യധാര പത്രമാധ്യമങ്ങളൊന്നും അങ്ങനെ പ്രചാരം കൊടുക്കുന്നില്ല. കരിമണൽ കർത്ത ഏതോ ഗൾഫിലൊക്കെ കുറച്ച് ബിസിനസ്സൊക്കെ നടത്തി കേരളത്തിൽ വന്ന് രാഷ്ട്രീയക്കാരെയും കൂട്ടുപിടിച്ച് കരിമണൽ കർത്ത ലക്ഷങ്ങൾ കൊടുക്കാത്ത പാർട്ടികളുമില്ല, ഉദ്യോഗസ്ഥന്മാരുമില്ല. ഇങ്ങനെ കൊടുത്ത് നമ്മുടെ നാടിൻ്റെ പൊതുസ്വത്തായ കരിമണൽ പൊല്യൂഷൻ കൺട്രോൾ ബോർഡിനുമൊക്കെ പൈസ കൊടുത്ത് കരിമണൽ കടത്തി വിറ്റ് കോടികൾ സമ്പാദിച്ചു. അത് ലിസ്റ്റൊക്കെ കേട്ട് കഴിഞ്ഞാൽ നമ്മൾ പൊതുജനം ഞെട്ടിപ്പോവും. മാസപ്പടിയാണ്, ലക്ഷങ്ങളാണ് മാസപ്പടിയായിട്ട് നമ്മുടെ നവോത്ഥാന കപട നായകന്മാരെല്ലാം മേടിച്ചു കൂട്ടി ലിസ്റ്റ് വന്നിരിക്കുന്നത്. ഇങ്ങനെ തട്ടിപ്പിലൂടെയും കള്ളത്തരത്തിലൂടെയും ആണ് പറ്റിച്ചാണ് ഇവരൊക്കെ സമ്പാദിക്കുന്നത്. ഇവരുടെയൊക്കെ ബന്ധുക്കളുടെയൊക്കെ ഒരു ലിസ്റ്റ് എടുത്തു കഴിഞ്ഞാൽ നമ്മൾ ഞെട്ടിപ്പോവും. എല്ലാം വിദേശങ്ങളിൽ സുഖസുന്ദരമായിട്ട് ആണ്. ഇവരും ഇടയ്ക്കിടയ്ക്ക് അവിടെ പോയി പൈസ കൊണ്ട് കൊടുക്കും, അല്ലെ ഇവരും മുങ്ങും. ഇങ്ങനെ നമ്മുടെ പൊതുജനങ്ങൾക്ക് എന്തെങ്കിലും ഉണ്ടോ? പാർട്ടിയെ തട്ടിയിട്ട് സ്വതന്ത്ര ജനാധിപത്യത്തിൻ്റെ അങ്ങേ അറ്റത്തെ ശ്രീകോവിലിൽ കൊച്ചു കുഞ്ഞുങ്ങൾക്കും സ്ത്രീജനങ്ങൾക്കും സഹോദരികൾക്കും പിള്ളേർക്കും റോഡിലൂടെ ഇറങ്ങിടക്കാൻ മേല. ഒരു ബസ് സ്റ്റാൻഡിൽ പോകാൻ പാടില്ല, സ്കൂൾ പരിസരത്ത് പോകാൻ പാടില്ല. പട്ടികൾ കോടതി വിധിച്ചിട്ട് പോലും പട്ടി കടിച്ചും പേപ്പട്ടി മരുന്നും ചെലവഴിച്ച് നടക്കുകയാണ്. അത് ഒരു കൃഷി ചെയ്യാൻ നിവൃത്തിയില്ല. വന്യമൃഗ ശല്യം കൊണ്ട് ആ കൃഷി വന്യമൃഗങ്ങൾക്ക് വല്ലതും തിന്നാൻ കിട്ടണം, അവരും വരും. പക്ഷെ അതുങ്ങൾ
അവരുടെ സ്ഥലത്ത് വേണ്ട ജീവിക്കേണ്ടത്. വന്യമൃഗങ്ങളുടെ ഇതുമൂലം ഒരു കൃഷി ചെയ്യാനോ ഒരു സാധാ മനുഷ്യന് ജീവിക്കാനോ ഒന്നും വൃത്തിയില്ല സുഹൃത്തുക്കളെ. നമ്മുടെ കൃഷിക്കാരാണ് നമ്മുടെ ഭാരതത്തിൻ്റെ അടിസ്ഥാനം. വില്ലേജുകളും ഗ്രാമങ്ങളും ഇല്ലെങ്കിൽ, കൃഷിയില്ലെങ്കിൽ എങ്ങനെ ഈ ഉന്നത ലോബികൾ ജീവിക്കും? എന്തെങ്കിലും ഭക്ഷിച്ചിട്ട് വേണ്ടേ സംസാരിക്കാനും കഴിയുവാൻ? കൃഷിക്കാരല്ലേ അടിസ്ഥാന വർഗം. ആ കൃഷിക്കെതിരെ ആണ് ഇവരൊക്കെ പ്രവർത്തിക്കുന്നത്. മഫിയകളും മറ്റുള്ളവരും ഈ വന്യമൃഗശല്യവും മൂലം ആളുകളും കൃഷിക്കാരും കൊല ചെയ്യപ്പെടുകയും കൃഷികൾ നശിപ്പിക്കപ്പെടുകയും ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ളൊരു ശക്തമായ നിയമമോ കോമ്പൻസേഷൻ കൊടുക്കാനോ അതിന് നഷ്ടപരിഹാരം കൊടുക്കാനോ ഒരു രാഷ്ട്രീയക്കാരും ഉത്സാഹം കാണിക്കുന്നില്ല. ഇവരൊക്കെ താഴ്ന്ന നിലകളിൽ നിന്ന് വന്നാണെങ്കിലും ഉന്നതങ്ങളിലെത്തുമ്പോൾ അവരെല്ലാം മറന്നുപോകുന്നു. ഇതാണ് നമ്മുടെ രാജ്യത്തിൻ്റെ ദയനീയ അവസ്ഥ. ഒരു തൊഴിലുറപ്പ് പദ്ധതി മൂലം സാധാരണ സ്ത്രീകൾക്കും പാവപ്പെട്ടവർക്കും പാവങ്ങൾക്കും എന്തെങ്കിലും ഒരു ഭക്ഷണം കഴിക്കുന്നതിന് ഒരു വരുമാനം ഉണ്ടാകുന്നതുണ്ടായിരുന്നു. അതിലൊക്കെ വെള്ളം ചേർത്ത് ഗവൺമെൻറ് 60-40 എന്നൊക്കെ പറഞ്ഞ് സെൻട്രൽ ഗവൺമെൻറ്റും സ്റ്റേറ്റ് ഗവൺമെൻറ്റും അങ്ങോട്ടും ഇങ്ങോട്ടും കുറ്റം ചാരി പഴി ചാരി അതൊക്കെ ഇല്ലാതാക്കി ദാരിദ്ര്യവൽക്കരണത്തിലേക്കാണ് ഇവരൊക്കെ നമ്മളെ നടത്തുന്നത്. വിദ്യാഭ്യാസം മുഴുവനും രാഷ്ട്രീയ അതിപ്രസരണത്തിൽ നശിപ്പിച്ച് സ്വജനപക്ഷപാതവും കൈക്കൂലിയും അഴിമതിയും വാങ്ങി അതേപോലെ തൽപര കക്ഷികൾക്ക് എല്ലാം അനുവദിച്ചു കൊണ്ടിട്ട് അവിടെ പ്രൈവറ്റ് വിദ്യാഭ്യാസം വളർത്തുകയാണ് ചെയ്യണത്. ഗവൺമെൻറ് വിദ്യാഭ്യാസത്തിൽ മുഴുവനും രാഷ്ട്രീയക്കാരും മയക്കുമരുന്നും കള്ളും കഞ്ചാവും. ഇന്ന് നമ്മുടെ സ്കൂളുകളിലും കോളേജുകളിലുമെല്ലാം മെഡിക്കൽ കോളേജുകളിലും കലാലയങ്ങളിലും എഞ്ചിനീയറിംഗ് കോളേജുകളിലെല്ലാം അധ്യാപകർ പേടിച്ചാണ് കഴിയുന്നത്. രാഷ്ട്രീയ ഗുണ്ടായുസവും നീതിയില്ലായ്മയും അതുപോലുള്ള അക്രമവും നിമിത്തവുമാണ്. എന്തെങ്കിലും വിവരം എവിടെയെങ്കിലും പ്രൈവറ്റ് സ്കൂളുകളോ കോളേജിലോ പഠിച്ചവരെല്ലാം രാജ്യം വിട്ട് യൂറോപ്യൻ രാജ്യങ്ങളിലേക്ക് പോകുന്നു. ആരും മറ്റേ കമ്മ്യൂണിസത്തിലേക്കൊന്നും ആരും പോകുന്നില്ല. അല്ലാണ്ട് ആചാര സംരക്ഷണം കൂടുതലുള്ള രാജ്യങ്ങളിലേക്കൊന്നും പോകുന്നില്ല. സ്വാതന്ത്ര്യം, സമത്വം, സാഹോദര്യം, നീതിന്യായം, വ്യവസ്ഥിതി, മനുഷ്യനാണെന്നുള്ള കാണുന്ന കാഴ്ചപ്പാടുള്ള സ്ഥലങ്ങളിലേക്കാണ് കുട്ടികളെല്ലാവരും ഓടിപ്പോകുന്നത്. അതിന് ജാതിഭേദ മതവർഗ ഒന്നുമില്ല. അവിടെ പോയി കഴിഞ്ഞ് നമ്മുടെ കറപ്റ്റഡ് സിസ്റ്റം അവിടെ പ്രയോഗിക്കാൻ തുടങ്ങിയപ്പോഴത്തേക്കും അവിടെ നിന്ന് എല്ലാവരും നമ്മളെ തല്ലി ഓടിക്കുന്ന സെക്കൻഡ് ക്ലാസ് സിറ്റിസനായിട്ട് അധപതിച്ചുകൊണ്ടിരിക്കുകയാണ്. എങ്കിലും നമ്മുടെ യുവതലമുറ കഴിവുള്ളവരും മറ്റുള്ളവരുമൊക്കെ ആയതുകൊണ്ട് രാജ്യങ്ങളിൽ അവർ പിടിച്ചു നിൽക്കുന്നു. സുഹൃത്തുക്കളെ, ഇതാണ് നമ്മുടെ ഇന്ത്യൻ ജനാധിപത്യ സർക്കസിൻ്റെ കോമാളിത്തരം. തട്ടിപ്പിലൂടെയും കള്ളത്തരത്തിലൂടെയും പണം സമ്പാദിച്ചിട്ട് വിദേശ രാജ്യങ്ങളിൽ കൊണ്ട് ഇൻവെസ്റ്റ് ചെയ്ത് അവനും അവൻ്റെ തലമുറകളുടെ തലമുറയും പരമാനന്ദത്തിൽ എനിക്ക് മാത്രം പരമാനന്ദം എന്നുള്ളതാണ് ഇവിടുത്തെ രാഷ്ട്രീയ കോമരങ്ങളുടെ അധികം എണ്ണത്തിൻ്റെയും പ്രിൻസിപ്പിൾസ്. വിവരവും വിദ്യാഭ്യാസവും സത്യവും നീതിയും നടത്തുന്നതിന് പകരം അസത്യമേവേ ജയതേ എന്നുള്ളതാണ്. കോഴ ഇതാണ് ഇവരുടെയൊക്കെ മുദ്രാവാക്യം. ചെറിയ ചൂണ്ടയിട്ട് വലിയ മീനെ പിടിക്കുന്നത് പോലെയാണ് ഇവിടെ ഇലക്ഷൻ. പരസ്യങ്ങളും PR വർക്കും ചെയ്ത് നുണയും എല്ലാം പറഞ്ഞ് അട്ടിമറി നടത്തി, ഏതു തരത്തിലുള്ള അട്ടിമറിയും നടത്തി അധികാരം പിടിച്ചെടുത്ത് കൈക്കൂലി സ്വജനപക്ഷപാതം നടത്തുക. സത്യത്തിനെതിരായിട്ടാണ് പ്രവർത്തിക്കുന്നത്. എന്താണ് വിദ്യാഭ്യാസത്തിൻ്റെ ലക്ഷ്യം? വിദ്യാഭ്യാസത്തിൻ്റെ ലക്ഷ്യം എന്ന് പറയുന്നത് സത്യം കണ്ടെത്തലാണ് വിദ്യാഭ്യാസം. അതിനു പകരം ഇവിടെ ഗുണ്ടായുസവും സ്വജനപക്ഷപാതവും ആണ് ഇവിടെ നമ്മൾ കൊടുക്കുന്നത്. അതോടൊപ്പം തന്നെ വിദ്യാഭ്യാസത്തിൻ്റെ വേറൊരു വിവരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തന്നിലുള്ള നൈസർഗികമായ കഴിവിനെ, ശക്തിയെ വികസിപ്പിക്കുകയാണ്. അത് ഇന്ത്യ രാജ്യത്ത് നടക്കുന്നില്ല. അതിനുവേണ്ടി ഉള്ള യുവജനങ്ങളെല്ലാം ലക്ഷം യുവജനങ്ങൾ നാടുവിടുകയാണ്. വിദേശത്ത് പോയിട്ടാണ് നൈസർഗികമായ പുരോഗതി നേടുന്നത്. എന്നിട്ട് ആ പണം ഇവിടെ അയക്കുന്നതിന് പകരം രാഷ്ട്രീയ പാർട്ടിക്കാർക്ക് പണം എത്ര വേണമെങ്കിലും സ്വീകരിക്കാം. അതിനൊരു നിയമവും ഇല്ല, ഒന്നുമില്ല. നിയമങ്ങൾ വളച്ചൊടിക്കുന്നു. ആരെങ്കിലും എന്തെങ്കിലും ഒരു വികസനമോ എന്തെങ്കിലും അത് ദുരുപയോഗം ചെയ്യപ്പെടുന്നുണ്ടെങ്കിൽ അത് തടയപ്പെടണം. അതിന് പകരം പുതിയ വക്ര നിയമങ്ങളിൽ കൂടി രാഷ്ട്രീയം മാത്രം വളരുക, സാമുദായിക ശക്തികൾ വളരുക, ഏകാധിപത്യത്തിലേക്ക് തിരിക്കുക, കൊള്ളയടിക്കുക, എനിക്ക് മാത്രം പരമാനന്ദം, ബാക്കിയുള്ളവരെല്ലാം അടിമകളെ, ഇങ്ങനെയുള്ള ശാക്തിക ചേരികളാണ് ഇന്നത്തെ നമ്മുടെ രാഷ്ട്രീയത്തിൽ മുന്നിൽ നിൽക്കുന്നത്. സുഹൃത്തുക്കളെ, ഇവിടുത്തെ വിദ്യാഭ്യാസമെല്ലാം തകർന്നു തരിപ്പണമായിക്കൊണ്ടിരിക്കുകയാണ്. നമ്മൾ ലോക വിദ്യാഭ്യാസ നിലവാരത്തിൽ ഒന്നുമല്ല. നമ്മുടെ രാഷ്ട്രീയ നേതാക്കൾ പറയുന്നത് കലാലയങ്ങളും വിദ്യാഭ്യാസ സ്ഥാപനങ്ങളും രാഷ്ട്രീയം പഠിക്കാനുള്ള വേദിയാണ് പോലും. അത് രാഷ്ട്രീയം പഠിക്കാനാണെങ്കിൽ പിന്നെ രാഷ്ട്രീയ സ്കൂൾ ഉണ്ടാക്കിയാൽ പോരെ. അതേപോലെ പ്രാദേശികവാദം വളർത്തുക. രാഷ്ട്രത്തെ ഒരു രാഷ്ട്രമായി കാണുന്നതിന് പകരം പ്രാദേശികവാദം വളർത്തി സ്വജനപക്ഷപാതം വളർത്തുക, സ്വാർത്ഥ താല്പര്യങ്ങൾക്ക് മുന്നിൽ കൊടുക്കുക. ഇതാണ് നമ്മുടെ രാഷ്ട്രീയത്തിൻ്റെ അപജയത്തിൻ്റെ പ്രധാന കാരണം. എന്താണെങ്കിലും എന്തൊരു ഭയങ്കരമായ ആശയമാണ് ഇവർ യുവതലമുറയ്ക്ക് കുത്തിവെക്കുന്നത്.
കലാലയങ്ങളുമൊക്കെ രാഷ്ട്രീയം പഠിക്കാനാണെങ്കിൽ അതുകൊണ്ട് എന്തെങ്കിലും വികസനം രാജ്യത്തുണ്ടാകുമോ? ഇതാണ് നമ്മുടെ രാഷ്ട്രീയം. ഇടത് വലുത് എല്ലാ രാഷ്ട്രീയക്കാരും ഈ പണ്ഡിതന്മാരുടെ ആശയം ഇതൊക്കെ തന്നെയാണ്. അങ്ങനെ യുവജനങ്ങളെ സ്വാതന്ത്ര്യം, സമത്വം, സാഹോദര്യം ഒക്കെ പഠിപ്പിക്കുന്നതിന് പകരം ഇവർ മതാചാരങ്ങളും പഴയ കാലത്തെ ശിലായുഗ കാലത്തിലെ കാര്യങ്ങളും ഒക്കെ പറഞ്ഞ് അവർ മുതലെടുക്കുകയാണ്. ഇതേപോലെ വികസിത രാജ്യങ്ങളിലേക്ക് നമ്മുടെ യുവജനങ്ങൾ ഒഴുകുന്നു. രാഷ്ട്രീയത്തിൽ പഠിച്ച നേതാക്കളെല്ലാം അവിടെ പോയി അവർ കൊള്ളയടിച്ചു കൊണ്ടിട്ട് അവരുടെ തലമുറകളെല്ലാം അവിടെ വാഴുന്നു. നമ്മളൊരു അന്വേഷണം നടത്തി ഒരു അന്വേഷണ കമ്മീഷനെ വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഞെട്ടി പോകും. ഇങ്ങനെയാണ് നമ്മുടെ രാഷ്ട്രീയ മുതലെടുപ്പ് സ്ഥാപനങ്ങളായി മാറിയത്. സ്വജനപക്ഷപാതവുമായി രാഷ്ട്രീയം ഒരു ബിസിനസ്സായി മാറിക്കൊണ്ടിരിക്കുന്നു. ഇതാണ് സുഹൃത്തുക്കളെ ഇപ്പോൾ നടക്കുന്നത്. ഉത്ബോധന നേതാക്കന്മാരുടെ മക്കളും മരുമക്കളും എല്ലാം പടിഞ്ഞാറൻ ജനാധിപത്യ രാജ്യങ്ങളിൽ പോയി സസുഖം വാഴുന്നു. കപട നവോത്ഥന നായകന്മാർ ഇവിടെ കിടക്കുന്ന പട്ടിണി പാവങ്ങളെ കൊള്ളയടിക്കുന്നു, അവരുടെ മുതൽ കട്ടെടുക്കുന്നു, അതേപോലെ രാജ്യത്തിൻ്റെ സ്വത്ത് നശിപ്പിക്കുന്നു, വിൽക്കുന്നു, മുതലെടുക്കുന്നു. സുഹൃത്തുക്കളെ, ഈ കപട നവോത്ഥാന നായകന്മാരെ നമ്മൾ തിരിച്ചറിഞ്ഞ് ഇവിടെ കിടന്ന് ഈ പട്ടിണി പാവങ്ങളെ കക്കുക, മുക്കുക, നക്കുക, വഞ്ചിപ്പിക്കുക, കബളിപ്പിക്കുക, നാക്കെടുത്താൽ നുണ മാത്രം പറയുക, എന്നിട്ട് വോട്ട് നേടുക, അവർ സമ്പാദിക്കുക, ബിസിനസ് നടത്തുക. ഈ സത്യം നാട് വിട്ടുപോയി. കക്കലും നക്കലും ആണ് ഇപ്പോൾ ഇവിടെ നടക്കുന്നത്. നാട് വാഴുന്ന ഈ കൂട്ടർ ഇതേ നമ്മൾ വളരെ ശ്രദ്ധിച്ച് വേണം നമ്മുടെ വോട്ടവകാശം വിനിയോഗിക്കുവാൻ. ആളുകളെ മനസ്സിലാക്കി സത്യത്തിൻ്റെ എന്തെങ്കിലും അംശമുള്ളവരെ വേണം നമ്മൾ ജയിപ്പിച്ചു വിടുവാൻ. മനുഷ്യജീവനമല്ല അവർക്ക് പ്രധാനം. ഇവർക്ക് ആചാര സംരക്ഷണം, അതേപോലെ എങ്ങനെയെങ്കിലും ആളുകളെ പറഞ്ഞു പറ്റിച്ച് അവരുടെ കാര്യം നേടുക എന്നുള്ളതാണ് ഇവരുടെ എല്ലാവരുടെയും ലക്ഷ്യം. അതായത് പ്രാചീന ശിലായുഗത്തിലേക്ക് നമ്മൾ പോകണം. പിന്നീട് അതോടൊപ്പം തന്നെ പഴയ പോലത്തെ സതിയും ദുരാചാരങ്ങളും അതേപോലെ ബലികളും ഒക്കെ നടത്താനുള്ളതായ രീതിയിലേക്കാണ് ഇവരൊക്കെ ഈ യുവജനതകളെയും നമ്മുടെ രാജ്യത്തെ കൊണ്ടുപോകുന്നത്. നാട്ടുകാരെ മതാന്ധത പഠിപ്പിക്കുക, അതിന് വെറുപ്പുണ്ടാക്കുക, വിദ്വേഷമുണ്ടാക്കുക, ഇത് ഒരു അടിസ്ഥാന പ്രമാണമായി എല്ലാവിധ പാർട്ടികളുടെയും ഭൂരിഭാഗം പാർട്ടികളുടെയും ഇതിനെതിരെ നമ്മുടെ കുഞ്ഞുങ്ങളെയും നമ്മുടെ സഹോദരങ്ങളെയും നമ്മളുടെ കാര്യം പാവങ്ങളുടെ കാര്യം നോക്കേണ്ടത് സ്ഥിതിയിലേക്കാണ് പോകുന്നത്. ഈ രാഷ്ട്രീയവും അവരുടെ ഈ പാവങ്ങളുടെ സമ്പത്ത് തട്ടിയെടുക്കലാണ് ഇവരുടെ മെയിൻ ലക്ഷ്യം. ഇവിടെ കടം മേടിച്ച് മുടിഞ്ഞ് എന്തെങ്കിലും കമ്മീഷൻ തട്ടാൻ വേണ്ടിയാണ് കടം മേടിക്കുന്നത്. രാജ്യത്തിന് 205 ലക്ഷം കോടിയുടെ കടം, സംസ്ഥാനത്തിന് 5-6 ലക്ഷം കോടി കടം. ഇതെല്ലാം എന്നിട്ട് കോൺക്രീറ്റ് വനങ്ങളും ഉണ്ടാക്കി തട്ടിക്കാച്ച് കമ്മീഷൻ തട്ടലാണ് ഇവരുടെ ജോലി. അല്ലാതെ നാട്ടിലെ ജനങ്ങൾക്ക് എന്ത് പുരോഗതിയാണ് ഉണ്ടാകുന്നത്? കൃഷിക്കാർക്കോ സാധാരണക്കാർക്കോ പാവങ്ങൾക്കോ യുവജനങ്ങൾക്കോ ഒരു പ്രസ്ഥാനവുമില്ല. ഒരു പ്രസ്ഥാനവും നടത്താൻ ഗവൺമെൻറ്റിന് കഴിയുന്നില്ല. വെറും കാക്കലും കൊക്കലും കൊള്ളയുമായിട്ടാണ് ഇവർ നടക്കുന്നത്. സാമാന്യ ജനങ്ങൾക്ക് ജീവിക്കാൻ നിവൃത്തിയില്ലാതെ എല്ലാവരും കഷ്ടപ്പെടുകയാണ്. വെറും വിരലിലെണ്ണാവുന്ന കോർപ്പറേറ്റുകളിലേക്ക് ഇന്ത്യ രാജ്യത്തിൻ്റെ സമ്പത്തും സ്വത്തും എല്ലാം കൂടെ ചുരുങ്ങിക്കൊണ്ടിരിക്കുന്നു. അവർക്ക് വേണ്ടിയിട്ട് നിയമങ്ങൾ ഉണ്ടാക്കുന്നു. സുഹൃത്തുക്കളെ, അഴിമതിയുടെ ഏറ്റവും വലിയ ഉദാഹരണം ഒരു ബസ് സ്റ്റാൻഡ്, കോഴിക്കോട് ഒരു ബസ് സ്റ്റാൻഡ് രാജാവുണ്ടാക്കി ഇത് തല്ലിപ്പൊളിച്ച് കളഞ്ഞ് ഉണ്ടാക്കി വെച്ചിരിക്കുന്നു. ഒരു ബസ് കയറാനോ ഒന്നിനും പറ്റില്ല. വലിയ അഖിലലോക എഞ്ചിനീയർമാരും വലിയ ഹൈടെക്കുകളും വിദ്യാഭ്യാസം കൊണ്ട് യാതൊരു ഗുണമില്ല എന്നുള്ള മകളുടെ ഉദാഹരണമാണിത്. ഏതൊരു പൗരൻ്റെയും രോഷം കൊള്ളിക്കുന്ന ഇത്ര അധാർമികമായൊരു പ്രവർത്തനമാണ് ഉണ്ടാക്കി വെച്ചിരിക്കുന്നത്, കോടികൾ നശിപ്പിച്ചിട്ട്. ഇവരൊക്കെ ഭൂമിയിൽ എല്ലാ കാലത്തും ഉണ്ടാകില്ല എന്ന് പോലും ചിന്തിക്കുന്നില്ല. ഇതാണ് ഈ രാഷ്ട്രീയ പ്രവർത്തകരുടെ കൂട്ടായ്മയുടെ കൊള്ളസംഘത്തിൻ്റെ രാഷ്ട്രീയ പ്രവർത്തനം. സുഹൃത്തുക്കളെ, അതിനാൽ നമ്മൾക്ക് വേറെ നിവൃത്തിയില്ല. ജനങ്ങൾ ശ്രദ്ധയോടുകൂടി നമ്മുടെ സമ്മതിദാനം അവകാശം, നമ്മുടെ വോട്ടവകാശം ആളും ഇതും നോക്കി ശ്രദ്ധിച്ച് ചെയ്ത് രാജ്യം ഒരു മഹാവിപത്തിലേക്ക് പോകുന്നത് തടയണമെന്ന് ഈ സഹോദരൻ നിങ്ങളോട് പറയുകയാണ്. വിദ്യാഭ്യാസവും ആചാര സംരക്ഷണം മാത്രമായി വെറും ഒരു പ്രാചീന മതമായിട്ടാണ് ഈ മതങ്ങളെല്ലാം ഉണ്ടായത്. ഈ മതത്തിൻ്റെ മതം നമ്മുടെ രക്ഷയ്ക്കാണ്, നമ്മുടെ സന്തോഷത്തിനാണ്, സമാധാനത്തിനുമാണ്. അല്ലാതെ കൊള്ളയടിക്കാനുള്ള വഴിയായിട്ട് നമ്മൾ മാറരുത്. ഇവർ PR വർക്കും പരസ്യവും ചെയ്ത് പണമെറിഞ്ഞ് വോട്ട് പിടിക്കുന്ന പരിപാടിയാണ് ഇവിടുത്തെ രാഷ്ട്രീയം. സത്യവും എല്ലാം പോയിരിക്കുന്നു. സുഹൃത്തുക്കളെ,
ഈ നമ്മുടെ രാജ്യത്തുണ്ടായ ഒരു ഉരുക്കു വനിത നാരീശക്തി മുഖേന ഈ ന്യൂക്ലിയർ ബോംബ് ഇവിടെ ഉണ്ടാക്കി വെച്ചുകൊണ്ടാണ് മറ്റുള്ള രാജ്യങ്ങളൊക്കെ ഇപ്പോൾ അംഗീകരിക്കുന്നത്. അതെടുത്ത് പൊട്ടിച്ച് കളയുകയും അല്ലെങ്കിൽ അതില്ലാതിരിക്കുകയും ചെയ്യുന്ന ഇന്ത്യ എവിടെയും എത്തൂല്ലായിരുന്നു. ഇത് നമ്മൾ മനസ്സിലാക്കണം. നന്ദി, നമസ്കാരം സുഹൃത്തുക്കളെ. ക്യാപ്റ്റൻ ഗ്രാൻഡ് മാസ്റ്റർ ഷാജി മാത്യു. ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഇത് മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്യുക. താങ്ക് യു. ഔട്ട്.